വീണ്ടും പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ പ്രതികൾ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ. ഈ മാസം 27 വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അക്ഷിത, അലീന, അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യാ പ്രേരണയ്ക്കപ്പുറം ഒരു കൊലപാതക സാധ്യത കൂടി പരിശോധിക്കണമെന്നാണ് മരിച്ച അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതിന് മുതിരില്ല. മാത്രമല്ല, ഈ തെളിവ് നശിപ്പിച്ചതടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ പ്രതികളെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമ്പോൾ പോലീസ് ഏത് രീതിയിലായിരിക്കും ഇനി കേസിനെ കാണുക? പ്രതികളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത്? കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ആരോപണമുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഇവരെ 3 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്നാണോ പോലീസിന്റെ കണക്കുകൂട്ടൽ? അമ്മു സജീവിന്റെ കുടുംബം അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് ആരോപിക്കുന്നത്. ഈ 3 പ്രതികളായ അലീന, അക്ഷിത, അഞ്ജന എന്നിവർക്ക് പുറമെ മറ്റുള്ളവർക്കും ഈ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ പ്രതികളെ 3 പേരെയും പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഹാജരാക്കിയിരുന്നു. റിമാൻഡിലായ പ്രതികൾക്ക് ഇന്ന് അവരെ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷ സമർപ്പിച്ചതിന്റെ ഫലമായി 3 പേരെയും ഇന്ന് പോലീസ് കസ്റ്റഡി വിടുകയും ചെയ്തു. 27-ാം തീയതി വരെയാണ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡി വിട്ടിട്ടുള്ളത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ വേണം, കൂടുതൽ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. കുടുംബം ആരോപിക്കുന്ന പോലെ തന്നെ മറ്റാരെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലും ഒപ്പം മൊഴിയെടുക്കലും പിന്നീട് ഹോസ്റ്റലിലും കോളേജിലും ഈ 2 സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളെ എത്തിച്ച് ആവശ്യമെങ്കിൽ അവിടെയും ഉള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരം വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. എന്തായാലും 3 പേരെയും പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടുന്നുണ്ട്. 27-ാം തീയതി വരെയാണ് പോലീസ് കസ്റ്റഡിയുള്ള. ആ ദിവസം 3 ദിവസങ്ങൾ കൊണ്ട് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഇനി അവശേഷിക്കുന്നത് അതുകൂടി കണ്ടെത്തി ഇതിന് ദുരൂഹത വല്ലതും ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ്. കാരണം കുടുംബം മുന്നോട്ട് വെക്കുന്നത് ഹോസ്റ്റലിൽ ഇവർ താമസിക്കുന്ന സമയത്ത് ഈ അമ്മു സജീവൻ താമസിക്കുമ്പോൾ തന്നെ കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. സഹപാഠികളിൽ നിന്നുള്ള സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ അമ്മുവിനുണ്ട്. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റൽ ചാടി അമ്മു ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്റ്റൽ വാർഡനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്ത സമയത്താണ് അമ്മു ചാടി ആത്മഹത്യ എന്ന് പറയുന്നു. അപ്പോൾ ഹോസ്റ്റലിന്റെ മുൻവശത്ത് ചാടി മരിക്കുന്ന സമയത്ത് അവിടെ ചെളിയും മെറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ ആത്മഹത്യാ കേസിലാണ് 3 പ്രതികളെയും കോടതി 3 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്.